8 അലാമാത്തില് 8 ഷർത്തുകളിൽ മൂന്നാമത്തേത് അസ്സാലിസു അയ്യക്കൂനൽ മുനാദിറു. ഇവിടെ മുനാദിറാവുന്ന തർക്കിക്കുന്ന ആള് മുജ്തഹിദൻ, അയാൾ ഗവേഷണത്തിന് പറ്റുന്ന ആളായിരിക്കണം, അപ്പൊ ഗവേഷകനായിരിക്കണം. യുഫ്തി ബിറഈഹി, അദ്ദേഹം തന്റെ ഇജ്തിഹാദ് അനുസരിച്ച് കിട്ടിയ അഭിപ്രായം കൊണ്ട് ഫത്വ കൊടുക്കും. അങ്ങനത്തെ ഒരു മുജ്തഹിദായിരിക്കണം ആര്? മുനാദിർ. ലാബി മദ്ഹബി ശാഫിഈ വഅബി ഹനീഫ വഗൈരിഹിമ, ഇമാം ഷാഫിയുടെയോ അബു ഹനീഫ തങ്ങളുടെയോ ഇവർ രണ്ടുപേരും അല്ലാത്ത മാലിക്കി ഹംബലി പോലത്തെ ആൾക്കാരുടെ മദ്ഹബൊക്കെ എടുക്കുക. ഇത്തരം മദ്ഹബ് കൊണ്ടൊന്നും അയാൾ ഫത്വ കൊടുക്കൂല. അയാൾ എന്ത് ചെയ്യും? അയാളുടെ അഭിപ്രായ പ്രകാരം ഫത്വ കൊടുക്കും. അങ്ങനെ ഗവേഷണം ചെയ്യുന്ന ആളായിരിക്കണം എന്നാ. എത്രത്തോളം എന്ന് വെച്ചാൽ ഏതുവരെ ഹത്തായിദ അല്ലാഹു ലഹുൽ ഹഖ്, അദ്ദേഹത്തിന് ഹക്ക് വെളിപ്പെട്ടു. മിൻ മദ്ഹബി അബി ഹനീഫ, ഇമാം അബു ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ നിന്ന് ഹക്ക് വെളിപ്പെട്ടു. അങ്ങനെ വെളിപ്പെട്ട് കഴിഞ്ഞാല് തറക്ക മായി വാഫിഖു റഅയ ശാഫിഈ, ഇമാം ഷാഫി തങ്ങൾ എന്ത് അഭിപ്രായപ്പെട്ടുവോ ആ അഭിപ്രായപ്പെട്ടതിനോട് യോജിച്ചു വരുന്നത് എന്തുണ്ടോ അത് ഒഴിവാക്കും. എന്നിട്ട് ലഹു, എന്നിട്ട് അയാൾക്ക് എന്തായി വെളിപ്പെട്ടത് ഫത്വ കൊടുക്കും. ഇങ്ങനെ ഉണ്ടാവുക. അപ്പോ അങ്ങനെ ഫത്വ കൊടുക്കുവാൻ എന്താണ് കഴിയണം? അങ്ങനെ ഗവേഷണ യോഗ്യനായിരിക്കണം തർക്കിക്കുന്നതാണ്. ഏതുപോലെ കമാകാന യഫ്അലു സ്വഹാബത്തു റളിയല്ലാഹു അൻഹു അഇമ്മത്തു, സ്വഹാബാക്കളും അഇമ്മത്തൊക്കെ അങ്ങനെയാണ്. അവർ ഗവേഷണ യോഗ്യരായിരുന്നു. അവരഭിപ്രായം കാണുന്നു, ഗവേഷണം ചെയ്യുന്നു, കിട്ടിയ അഭിപ്രായം കൊണ്ട് പത്തുപെടുത്തിയിരുന്നു. അങ്ങനെ ആയിരിക്കണം. ഇത് ഗവേഷണ യോഗ്യന്മാരായ ആളുകളെ പറ്റിയാണ്. അപ്പോ അമ്മൻ ഒരുത്തൻ, ലൈസലഹു ആ ഒരുത്തൻ ഇല്ല, ഋതുബത്തിൽ ജിത്തിഹാദി ഒരു ഗവേഷണം ചെയ്യാൻ പറ്റുന്ന സ്ഥാനമാനത്ത് എത്തിയ ആളല്ല അയാള്. ബഹുവ അത് ഹുക്കുമു കുല്ലി അഹ്ലിൽ അസർ, എല്ലാ കാലഘട്ടത്തിലും എല്ലാവർക്കും വിധി തന്നെയാണത്. എന്ത്? ഈ ഗവേഷണത്തിന് സ്ഥാനം ഇല്ലാത്ത ഒരാള്. എന്നിട്ടോ ഇന്നമാ യുക്തി, എന്നിട്ട് ഇയാൾ പത്ത് കൊടുക്കുകയാണ്. ഫീമ ഒന്നില് യുസ് അലു അൻഹു, അയാളോട് ആ ഒന്നിനെ കുറിച്ച് ചോദിക്കപ്പെടും. അങ്ങനത്തെ ഒന്നിൽ അയാൾ പത്ത് കൊടുക്കും. എങ്ങനെ? നാഖിലൻ അൻ മദ്ഹബി സാഹിബിഹി, അദ്ദേഹത്തിന്റെ സാഹിബിന്റെ മദ്ഹബ്, അദ്ദേഹം അംഗീകരിച്ച ആളുണ്ടാവും, അദ്ദേഹത്തിന്റെ മദ്ഹബ് എന്താണോ ആ മദ്ഹബിനെ തൊട്ട് ഉദ്ധരിച്ചിട്ടായിരിക്കും അയാൾ പത്ത് കൊടുക്കാൻ കഴിയുക. ആര്? മുജ്തഹിദ് അല്ലാത്ത ആളുകളൊക്കെ മുഖല്ലിദാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒരാൾക്ക് പല ലഹറലഹോ, അപ്പൊ ഇയാൾക്ക് വെളിപ്പെട്ടു ലുഅ്ഫു മദ്ഹബിഹി, അദ്ദേഹത്തിന്റെ സ്വാഹിബിന്റെ മദ്ഹബ് ദുർബലമാണെന്ന് വെളിപ്പെട്ടാൽ എന്നാ പിന്നെ ലം യജുസ് ലഹു, ഇയാൾക്ക് പറ്റില്ല എന്ത്? അയ്യത്തുറക്കഹു, അയാൾക്ക് ആ മദ്ഹബ് ഒഴിവാക്കാൻ പറ്റൂല. എന്ത് ചെയ്യാ? അങ്ങനെ വരുമ്പോൾ അയ്യു ഫായത്തിൽ ലഹു ഫിൽ മുനാദറത്തി, അപ്പൊ ഇയാള് മുനാദറ നടത്തുമ്പോ ആ മുനാദറയിൽ എന്ത് നേട്ടാനുള്ളത്? ഒരു നേട്ടമല്ലല്ലോ. അപ്പൊ മദ്ഹബുഹു, എത്തരത്തിൽ ഇയാൾ സ്വീകരിച്ച മദ്ഹബൊക്കെ ആണെങ്കിലോ മഅലൂമുൻ, അത് അവിടെ അറിയപ്പെട്ടത് ക്രോഡീകരിക്കപ്പെട്ടതാണല്ലോ, അവിടെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ തർക്കിക്കാൻ പോണ്? വലൈസ ലഹുൽ ഫത്വ ബിഗൈരിഹി, ഇദ്ദേഹത്തിനാണെങ്കിൽ ആ മദ്ഹബ് അനുസരിച്ച് അല്ലാതെ വേറെ ഫത്വ കൊടുക്കാൻ വകുപ്പുമില്ല. പിന്നെ എന്തിനാ ഇയാൾ തർക്കിക്കാൻ നടക്കണ്? അമാ യഷ്കലു അലൈഹി, ഇനി അമാ ഒന്ന് യുഷ്കലു അലൈഹി, അദ്ദേഹത്തിന്റെ മേലെന്താ ഇഷ്കാലാക്കപ്പെടും. അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യൽസമഹു, ഇദ്ദേഹത്തിന് നിർബന്ധമാണല്ലോ ആ യഖൂല പറയല് ലഅല്ല ഇന്ദ സാഹിബി മദ്ഹബി, അവന് വല്ല ഇഷ്കാലും വരികയാണെങ്കിൽ അവൻ പറയേണ്ട മറുപടി ഇപ്പൊ എന്തുള്ളൂ അവിടെ? എന്റെ മദ്ഹബ് സ്വീകരിച്ച ആളുണ്ടാവും, എന്റെ മദ്ഹബിന്റെ ഞാൻ സ്വീകരിച്ച മദ്ഹബുണ്ട്, ആ മദ്ഹബിന്റെ സാഹിന്റെ അടുക്കൽ ഉണ്ടായേക്കാം ജവാബൻ അൻ ഹാദ, ഇതിനനുസരിച്ച് മറുപടി അവിടെ ഉണ്ടാവും. അപ്പൊ എനിക്കതിനെ പറ്റി അറിയില്ല. ഫഇന്നീ ലസ്തു മുസ്തഖില്ലൻ ബിൽ ഇജ്തിഹാദി ഫി അസ്ലി ശറഈ, ശറഈന്റെ അടിസ്ഥാന കാര്യത്തിൽ ഒരു ഗവേഷണത്തിന് യോഗ്യനായി തനിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഞാനല്ല. അപ്പൊ എന്റെ മദ്ഹബിൽ എന്താണോ അത് പറഞ്ഞ മസ്അല അതുകൊണ്ട് പത്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ഇജ്തിഹാദിന് പറ്റുന്ന ആൾക്കാരെ മുനാദർക്ക് പറ്റുള്ളൂ,
അല്ലാത്തതിനെന്ത് മുനാദറ നടത്തിയിട്ട് എന്താ കാര്യം? വലോ കാലത്ത് ഒബാഹസതുഹു, ഇനി മുനാദറയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുമ്പോ ഇയാൾ ചർച്ചയാണെങ്കിൽ അനിൽ മസാഇലി, ചില മസ്അലകളെ തൊട്ട്, അല്ലത്തി എങ്ങനത്തെ മസ്അല, ഫീഹ ആ മസ്അലകളിലുണ്ട് വജുഹാനി, രണ്ട് വജു കാണാം, അല്ലെങ്കിൽ ഔ ഖൗലാനി സാഹിബിഹി, ഈ മദ്ഹബിന്റെ സാഹിബിന് അവിടെ രണ്ട് ഖൗലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം, രണ്ട് വജുഹ് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള മസ്അലയായിരിക്കാം. ഇത്തരം മസ്അലയെ കുറിച്ചാണോ മുനാദറ ചർച്ച വന്നത് എങ്കിൽ ലകാന അഷ്ബഹ ബിഹി, അതിൽ ഏതാണോ യഥാർത്ഥത്തിനോട് ഏറ്റവും യോജിച്ചത് അതാവുകയും ചെയ്താൽ ഇന്നും ചെയ്യേണ്ടി വരുമ്പോ രണ്ടഭിപ്രായം വന്നു, അതിൽ ഏതെങ്കിലും ഒന്ന് യഥാർത്ഥത്തോട് യോജിച്ചതായിരിക്കും, അല്ലെങ്കിൽ രണ്ട് കൗലുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് യഥാർത്ഥവുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഇങ്ങനെ വരുന്നിടത്ത് ഇന്നഹു റുബമാ യുക്തി, ചിലപ്പോൾ ഇയാൾ പത്ത് കൊടുക്കും, വ്യാധികമ, ഈ രണ്ട് വജുകൾ കൊണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൗലിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൊണ്ടോ. അങ്ങനെ വരുമ്പോ യസ്തഫീദു മിനൽ ബഹസി, ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോ ആ ചർച്ച ചെയ്യുന്ന ആൾ മനസ്സിലാക്കിയെടുക്കും എന്ത് മൈരൻ, ഒന്ന് ചായാം. എവിടേക്ക് ചായാം? ഇലാഹിദിൽ ജാനിബൈനി, ഈ രണ്ട് ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് എന്ത് ചാഞ്ഞു പോയി മറുപടി പറയാം എന്ന് അയാൾ അഭിപ്രായപ്പെടും. വല തറൽ മുനാലറാത്തി, എന്നാൽ മുനാലറയെ ജാരിയത്തം വി ഖത്തു, ഒരിക്കലും അതിൽ ഒരു മുനാലറ നടക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയൂല. അതിന് മുനാലറിന്റെ ആവശ്യം വരില്ലല്ലോ അവിടെ. ബൽ പിന്നെയോ റുബമാ തറക്കൽ മസ്അലല്ലത്തി ഫീഹ വജ്ഹാനി ഔ ഖൗലാനി, ചിലപ്പോ എന്തുണ്ടാവും എങ്കിലും ചിലപ്പോ ഈ രണ്ട് വജുഹോ രണ്ട് കൗലോ ഉള്ള മസ്അലയാണെങ്കിൽ അത് ആൾ ഒഴിവാക്കും. എന്നിട്ട് ഓ ത്വലബ മസ്അലത്തൻ, ഒരു മസ്അല ആൾ അന്വേഷിക്കും. യകൂനുൽ ഖിലാഫു ഫീഹ മസ്ബൂതത്തൻ, ആ മസ്അലയിൽ ഖിലാഫ് സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു മസ്അല ആൾ തേടും. ഈ രണ്ട് വജുഹോ ഒഴിവാക്കും, രണ്ട് കൗലും ഒഴിവാക്കിയിട്ട് അഭിപ്രായ ഭിന്നതമായി നിൽക്കുന്ന സ്ഥിരപ്പെട്ട മസ്അല ഏതാണോ അത് ഇയാളുകൾ എടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് മുനാദറിന്റെ കോലങ്ങൾ. അപ്പൊ ഈ പറഞ്ഞ 8 നിബന്ധനകളിൽ 5 പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ മുനാദറ നടത്തണമെങ്കിൽ അതിന് പറ്റുന്ന യോഗ്യന്മാരായ ആളുകളായിരിക്കണം എന്ന് മനസ്സിലാക്കാനും. ഇനി അറാബിയോ, 4-മത്തത് അല്ലാ യുനാദിറ, മുനാദറ നടത്താതിരിക്കലാണ്. ഇല്ലാ ബി മസ്അലത്തിൻ വാഖിഅത്തിൻ ഔ ഖരീബത്തിൽ വുഖൂഇ ഗാലിബൻ, സാധാരണഗതിയിൽ സംഭവിച്ച മസ്അലകളിലോ അല്ലെങ്കിൽ സംഭവിക്കാൻ അടുത്ത മസ്അലകളോ, ഇതിൽ ഏതെങ്കിലും ഒന്നിലല്ലാതെ തർക്കിക്കാൻ പറ്റൂല. ഓരോ സംഭവം ഉണ്ടാവും, അപ്പൊ അതിനെ മസ്അല അന്വേഷിക്കണം, തേടണം. കാരണം ഫഇന്ന സ്വഹാബത്ത റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളൊക്കെ മാ തശാവറു, അവര് മുഷാവറ നടത്തിയിട്ടില്ലായിരുന്നു. ഇല്ലാ ബീമാ തജദ്ദദ മിനൽ വഖായി, സംഭവ വികാസങ്ങൾ പുതുതായി പലതും ഉണ്ടാവും. അങ്ങനെ പുതുതായി വരുന്ന മസ്അല ഉണ്ടെങ്കിൽ അതിലാണ് അവർ കൂടിയാലോചന നടത്തുക. അല്ലാത്തിൽ കൂടി ആലോചന നടത്തേണ്ട ഒന്നില്ല. അല്ലെങ്കിൽ ലൗമാ ഒന്നില് അതെന്താ സംഭവിക്കൽ മികച്ചുള്ളതാണ്, അങ്ങനത്തെ ഒന്ന്. ഉദാഹരണങ്ങൾ ഫറായിദ് പോലെ അതിന് പല ജാതി മസ്അലകൾ പുതുതായി വരാറുണ്ട്. അങ്ങനെ വരുന്ന മസ്അലകൾ കൂടിയാലോചന നടത്തണം. അല്ലാതെ സ്ഥിരപ്പെട്ട് കിടക്കുന്ന മസ്അല എന്ത് പ്രശ്നം ആവുന്നില്ല. വലാ നറൽ മുനാദിരീന, എന്നാ തർക്കിക്കുന്ന ആൾക്കാരെ നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല. എന്ത് യഹ്തമ്മൂന, അവർ ശ്രദ്ധിക്കുന്നവരാണ്. ബിന്തിഖാദിൽ മസായിലി, മസ്അലകളൊക്കെ ചൊവ്വാറ്റെടുക്കൽ കൊണ്ട്. അല്ലത്തി, അങ്ങനത്തെ മസ്അലകള് തഅമ്മുൽ ബൽവ ബിൽ ഫത്വ ഫീഹ, ആ മസ്അലകളിൽ ഫത്വ കൊടുക്കൽ കൊണ്ടുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട് ആമാണ്. അങ്ങനെയുള്ള ചില മസ്അലകളുണ്ട്. അത്രയും മസ്അലകളെ റെഡിയാക്കി ചൊവ്വായെടുക്കുകയാണ് ഈ മുനാദിരികൾ ചെയ്യുന്നതും ശ്രദ്ധിക്കുന്നതും എന്ന് നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല. ബൽ പിന്നെയോ ഓല പണി തബൂലിയാത്തി, അവര് തേടുന്നു ആ തബൂലിയാത്തി, കുറെ ചണ്ട കൊട്ടി ശബ്ദമുണ്ടാക്കുന്ന പ്രചാരം. ആ പ്രചാരത്തെയാണ് അവർ തേടുന്നത്. അല്ലത്തി, എങ്ങനത്തെ തബൂലിയാത്ത് തുസ്മഴു, അതിനെ കൊട്ടുമ്പോ കേൾക്കുന്ന ശബ്ദല്ലേ എന്നതുപോലൊരു പ്രചാരം, ശബ്ദകോലാലുണ്ടാക്കി പ്രചാരം ഉണ്ടാക്കുക. ഈ ഒരു പ്രചാരം ഇവർ തേടുന്നുള്ളൂ. അങ്ങനെ പോയി അത്തസ്യു മജാൽ ജദിൽ ഫീഹ,
അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മസ്അലകളിൽ തർക്കങ്ങൾ കടന്നുകൂടുക വിശാലമായിട്ട് വരും. കൈഫമാക്കാൻ നമ്മൾ കാര്യം എങ്ങനെയാണോ ആ പോലെ വരും. അപ്പോ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി, ലഹളയുണ്ടാക്കി, ശബ്ദങ്ങൾ ഉണ്ടാക്കി പ്രചാരത്തിന് വേണ്ടി മുനാദറ നടത്തും. അതോടെ ഉണ്ടാവുള്ളൂ. സത്യം ഗ്രഹിച്ചുകൊണ്ട് അത് വേണ്ടതുപോലെ തെരഞ്ഞെടുത്ത് സ്വന്തമാക്കി മണിമണിയാക്കി അത് ക്രോഡീകരിക്കുന്ന രീതിയൊന്നും ഇവർക്കുണ്ടാവില്ല. ഓറുബമായ എത്തുറുക്കൂന, ചിലപ്പോ ഇവർ ഒഴിവാക്കും. മാ യക്കുസുറു മുക്കുഴു, അധികവും സംഭവിക്കുന്ന എന്തുണ്ടോ അതൊക്കെ ഒഴിവാക്കും. ഓ യക്കൂരൂന, എന്നിട്ട് ഇവർ പറയും ആദിഹി, ഇതൊക്കെ മസ്അലത്തുൻ ഖബരിയത്തുൻ, ഇതൊക്കെ ഒരു ഖബരിയായ മസ്അലയല്ലേ, അത് ഖബരിയായി കിട്ടുന്ന മസ്അലയാണ്. അങ്ങനെ ഉണ്ടല്ലോ, വർത്തമാനമായി പറഞ്ഞു കിട്ടുന്ന മസ്അലയല്ലേ, ഇവരെന്തപ്പോ അതിൽ പറയാനുള്ളത്? അല്ലെങ്കിൽ പറയും ഔഹിയായി മസ്അല മിന സവായ, അതൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി പറയേണ്ടതാ, ആൾക്കൂട്ടത്തിൽ പറയാൻ പറ്റുന്ന ഒന്നല്ല. ഒലൈസത്ത്, ഈ മസ്അലൊന്നും അല്ല, മിന തബൂലിയാത്തി, ചണ്ട കൊട്ടി ശബ്ദമുണ്ടാക്കി പ്രചരിപ്പിക്കേണ്ട മസ്അലപ്പെട്ട മസ്അലൊന്നും അല്ല, അതൊക്കെ ഒഴിഞ്ഞെവിടെയെങ്കിലും ആരും അറിയാതെ പോയി പറയേണ്ടതാ. അതിനങ്ങനെ വർത്തമാനം പറഞ്ഞൊരു മസ്അല ഇത്രയ്ക്കല്ലേ പറയാനുള്ളൂ, ഇങ്ങനെ വാദം. ഫമിനൽ അജായിബി, എന്ന അത്ഭുതങ്ങളിൽ പെട്ടതാണ് കേട്ടോ. എന്ത് യക്കുൽ മത്ലബ്, തേടപ്പെടുന്നത് ഹുവൽ ഹഖ, അതെന്താണ്, യഥാർത്ഥമായിരിക്കണം എന്നുള്ളത് മഹാ അത്ഭുതമാണ്. എന്നിട്ടോ തുമ്മ യത്തുറുക്കുൽ മസ്അലത്ത, എന്നിട്ട് പിന്നെ മസ്അലാണ് ഒഴിവാക്കും ചെയ്യുവര്. തേടുന്നത് ഹക്കാണ് താനും, എന്നിട്ട് മസ്അലൊക്കെ ഒഴിവാക്കുക. എന്തുകൊണ്ട്? ലി അന്നഹ, അതൊക്കെ ഖബരിയത്തായ മസ്അലയല്ലേ. മുദറക്കുൽ ഹഖ് ഫീഹ, അതില് ഹക്ക് എന്താണോ എത്തിക്കപ്പെടുന്നത്, വലിയ അഖബാറും, അതൊക്കെ ഓരോ ചരിത്ര കഥകളല്ലേ, അതൊക്കെ അവിടെ ഉണ്ടല്ലോ, അല്ലാപ്പോ എന്തായാലും പറയാനുള്ളതെന്ന് ഇങ്ങനെ പറഞ്ഞുങ്ങാണ്ട് ഒരു മസ്അലൊക്കെ ഒഴിവാക്കും. അല്ലെങ്കിൽ വലിയ അന്നഹാല യേശത്തിന് തൊബൂലി, അല്ലെങ്കിൽ ഇത് പ്രചാരത്തിൽപ്പെട്ടൊരു മസ്അലൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു ഒഴിവാക്കും. അപ്പൊ പോലാനു തബുൽ കലാമ, അത്തരം വിഷയങ്ങൾ നമ്മളെന്താവില്ല, സംസാരത്തെ നീട്ടിപ്പരത്തി പറയുന്നുമില്ല. വൽ മഖ്സൂദു ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഐ യഖ്സുറൽ കലാമ, കലാമിനെ ചുരുക്കുക അവൻ, എന്നിട്ട് പോയ ബുലുഗൽ ഗായത്ത, അങ്ങേയറ്റത്തേക്ക് എത്തണം, അലൽ ഖുർബി അല്ലാ യത്തൂല, അത് ദീർഘമാവാതെ അതിനോടടുത്ത നിലയിൽ, ദീർഘമാവാത്ത നിലയിൽ ഒരടുത്ത രൂപത്തിൽ അങ്ങേയറ്റത്ത് എത്താൻ നോക്കണം. ഇങ്ങനെയാണ് വേണ്ട, അല്ലാ കുറെ ചെണ്ട കൊട്ടി മസാല ഉണ്ടാക്കി കൊട്ടിപ്പാടല്ല വേണ്ടത്. അപ്പൊ മുനാദറ ശബ്ദ കോലാലുണ്ടാക്കാനാവരുത്. അങ്ങനെ 4 കഴിഞ്ഞു, ബാക്കി 4 അവശേഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതെന്താ നോക്കാം.